നോമ്പിൽ 34 ദിവസം നിലപാടിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് തെറ്റിദ്ധാരണ നേരിട്ടിട്ടുണ്ടോ? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ സെബദി മക്കളായ യാക്കോബിനും യോഹന്നാനും സംഭവിക്കുന്നത് ഈ തെറ്റിദ്ധാരണയാണ്. യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ച് പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമായ ഒരു അഭ്യർത്ഥന നടത്തി. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിലൊരാൾ നിന്റെ വലത്തും മറ്റേയാൾ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം. യേശുവിൻ്റെ ദൗത്യത്തെ തെറ്റിദ്ധരിച്ച് അധികാരം കൈയാളുന്ന ഒരു മശിഹായെ ആണ് അവർ പ്രതീക്ഷിച്ചത്. അതിന് നൽകേണ്ടി വരുന്ന വിലയാണ് യേശുവിൻ്റെ മറുചോദ്യം. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാനാകുമോ? നിർവചിക്കാനാവാത്ത വിധം വ്യതയും വേദനയും ത്യാഗവും കൂടിക്കലർന്ന മരണക്കാസയാണ് സൂചന. മഹത്വകാംക്ഷികളായ ഇരുവരും ഒരു പുനരാലോചനയ്ക്ക് പോലും ഇടം നൽകാതെ സമ്മതം മൂളി. ദൗത്യം പൂർണ്ണമായി മനസ്സിലാക്കിയ MD ജോസഫ് ഹോസ്കോട്ട് മെഡിക്കൽ മിഷൻ്റെ സഹസ്ഥാപകനാണ്. സർവ്വ സുഖ സൗകര്യങ്ങളോടെയും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കോടതിയിൽ സേവനം ചെയ്തയാൾ. പക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ രാജാക്കന്മാരുടെ രാജാവിന് സേവനമർപ്പിക്കുവാൻ താൻ വിളിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. തൻ്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് അദ്ദേഹം ദരിദ്രരും പരിത്യജ്യരുമായവർക്കായി ജീവിതം സമർപ്പിച്ചു. സുവിശേഷം പങ്കിടാനും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായും നിരന്തരം പ്രയത്നിച്ചു. യേശു പഠിപ്പിച്ചതുപോലെ ഒരു ദാസനായി ജീവിച്ചു. ക്രിസ്തുവിനെ പിന്തുടരുക എന്നത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട്. അത് അംഗീകാരവും സ്വാധീനവും നേടുന്നതിനുള്ള ഉപാധിയല്ല, പ്രത്യേക അവകാശമല്ല, പ്രത്യുത സേവനമാണ്. അവൻ നമുക്ക് അതീന്ദ്രിയ ശക്തി അധികാരങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. കരുണയും സ്നേഹവും ത്യാഗവും കൊണ്ട് മാത്രം നിർവഹിക്കാവുന്ന ഒരു ദൗത്യത്തിനാണ് ക്ഷണം. ഈ ധാരണ നമുക്കുണ്ടോ? നിലപാടിനായി ക്രിസ്തുവിനെ നാം അന്വേഷിക്കാറുണ്ടോ? അവൻ്റെ ദൗത്യത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.